ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചയിൽ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ തന്നെയാണ്. നൂറക്ക് തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള നൂറയാണ്. കാരണം അനുവിൻ്റെ ഫാൻസ് ഉണ്ട്. പിന്നെ നൂറ ഈ ആഴ്ച ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. നെവിനെ പുറത്താക്കാൻ നൂറക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രൊവോക്ക് ചെയ്തിട്ട് അതൊക്കെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം നൂറ നല്ല രീതിയിൽ വോട്ടിങ്ങിൽ മുന്നേറുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ബിന്നിയാണ്. ബിന്നിക്ക് ഓൾറെഡി ഒരു TV ഓഡിയൻസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ബിന്നിക്കും അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബിന്നി ഈ അനുമോൾക്കെതിരെയുള്ള ഗ്രൂപ്പിലുള്ള ആയതുകൊണ്ടായിരിക്കാം ബിന്നിക്കും അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്നുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് രേണുവാണ്. രേണുവിന് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല എങ്കിൽ കൂടി രേണു അത്യാവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. കാരണം രേണു ഓൾറെഡി ഏറ്റവും കൂടുതൽ ഫെയിം ഉള്ളത് രേണു തന്നെയാണ്. നാലാം സ്ഥാനത്തുള്ളത് ആദിലയാണ്. ആദിലക്ക് നൂറിൻ്റെ അത്ര വോട്ട് ഇല്ലെങ്കിലും ആദിലക്കും അത്യാവശ്യം വോട്ട് സേഫ് ആയിട്ടുള്ള ആളുകളാണ് ആദിലെ. പിന്നെ വരുന്ന 3 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. അഞ്ചാം സ്ഥാനത്തുള്ളത് അഭിലാഷാണ്. അഭിലാഷും അധികം വോട്ടറൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് സേഫ് ആവാൻ ചാൻസുള്ള ഒരാളാണ്. ആറാം സ്ഥാനത്തുള്ളത് ഒണിയലാണ്. ഒണിയലും അത്യാവശ്യം വലിയ ഗെയിം പ്ലെയറൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒണിയലും വലിയ വോട്ടൊന്നും അധികം ഇല്ല. ഏഴാം സ്ഥാനത്തുള്ളത് ആര്യൻ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ആര്യന് സാധിച്ചെങ്കിലും പിന്നീട് ലാലേട്ടൻ്റെ ആ വീക്കെൻഡിന് ശേഷം ആര്യന് ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. കാരണം ഇപ്പോൾ ലീസ്റ്റ് വോട്ട് കിട്ടിയിട്ടുള്ളത് ആര്യനായതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്ത് പോകാൻ ചാൻസ് ഉള്ളതാണ്. ഈ ആഴ്ച ലാലേട്ടൻ ഈ ആഴ്ച വീക്കെൻഡിൽ വരാത്തത് കൊണ്ട് തന്നെ ആര്യന് എത്രത്തോളം പുറത്ത് പോകും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം എവിക്ഷൻ വെക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ആഴ്ച വൈൽഡ് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഗെയിം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ വോട്ട് ആർക്കാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആരെ ഈ ആഴ്ച പോകാമെന്നുള്ളതൊന്നും പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.